ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീമദ് ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ പരമമായ സമത്വമാകുന്ന യോഗത്തെ, സർവത്തിലും സമദൃഷ്ടിയാകുന്ന യോഗത്തെ താൻ തൻ്റെ പാരമാർത്ഥിക സ്വരൂപത്തിൽ ചേർന്ന യോഗത്തെ വർണ്ണിച്ചു. അതിനുശേഷം ആ ഒരു ആത്യന്തിക ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എന്ന നിലയ്ക്ക് സാധനാക്രമത്തെ ഉപദേശിക്കുകയാണ്. അവിടെ പ്രാഥമികമായി എന്തൊക്കെ ഒരു സാധകൻ അനുഷ്ഠിക്കണം, ജീവിതത്തിൽ എന്ത് ക്രമീകരണം വരുത്തണം എന്നുള്ളത് പറയുന്ന ഭാഗമാണ്. അവസാനം നമ്മൾ ശ്രദ്ധിച്ചത് അത്യശനം ചെയ്യുന്ന ആൾക്ക് അതിക്രമിച്ച് അതീത്യ അശനം, പരിധി വിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് യോഗസിദ്ധിയില്ല, ഒട്ടും കഴിക്കാത്ത ആൾക്കും ഇല്ല, വളരെ ദീർഘമായി ഉറങ്ങുന്ന ആൾക്കും ഇല്ല, ഒട്ടും ഉറങ്ങാത്ത ആൾക്കും ഇല്ല. എന്ന് വെച്ചാൽ അർത്ഥം, ആഹാര നിദ്രാദി വിഷയങ്ങളിൽ ഒരു മധ്യമ മാർഗം നമ്മൾ അവലംബിക്കണം ജീവിതത്തിൽ. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഉപദേശമാണ്. നമ്മൾ പരമമായ യോഗം, പരം യോഗപ്രാപ്തിക്കായി കൊണ്ടുള്ള അഭ്യാസം ഒക്കെ അവിടെ ഒന്ന് നിൽക്കട്ടെ. സാമാന്യ ലോക ജീവിതത്തിൽ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നിനെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, ഒന്നിനെയും നിന്ദിക്കുന്നില്ല. പക്ഷെ നമ്മൾ കണ്ണ് തുറന്ന് ഒന്ന് ചുറ്റുപാട് നോക്കുക. നമ്മളൊക്കെ കഴിക്കുന്ന ആഹാരം യുക്തമാണോ അയുക്തമാണോ? നമ്മൾ ഇന്നലെ ചിന്തിച്ചത് പ്രധാനമായിട്ട് അളവിനെക്കുറിച്ചാണ്. അളവ് മാത്രം ചിന്തിച്ചാൽ മതിയോ? ഈ കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ല, മലപ്പുറം ജില്ല, കണ്ണൂർ ജില്ല, ഏതെങ്കിലും ഒരു ജില്ല എടുത്തോളൂ. നമ്മളെ ശരീരത്തു നിന്ന് പുറത്തേക്ക് പോകുന്ന വസ്തുക്കൾ പരിശോധിക്കുന്ന എത്ര ലബോറട്ടറികളുണ്ട്? മലം, മൂത്രം, കഫം ഒക്കെ പരിശോധിക്കുന്ന ലാബുകൾ എത്ര ഉണ്ടാവും? 10,000 കണക്കിനുണ്ടാവും. 10,000 കണക്കിന്. കോഴിക്കോട് പട്ടണത്തിൽ തന്നെ ഉണ്ടാവും 1000 കണക്കിന്. ശരി, നല്ലത് തന്നെ, ആവശ്യം തന്നെ. അകത്തേക്ക് പോണത് പരിശോധിക്കണതോ? എത്ര ലാബുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്ത് സംവിധാനമുണ്ട്? ശരി, നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിൻ്റെ കീഴിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്, അവർ അവരുടെ കഴിവിനനുസരിച്ച് പരിശോധിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾ മാത്രമാണോ നമ്മൾ പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും? 2, അത്തരം സ്ഥാപനങ്ങളിൽ ദിവസവും പരിശോധന നടന്നിട്ടുണ്ട് എന്നുള്ള എന്തെങ്കിലും സാക്ഷ്യപത്രം നമ്മൾ നോക്കാറുണ്ടോ? ചിന്തിക്കുക. ഇതെന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഏറ്റവും അധികം ക്യാൻസർ രോഗം പെരുകിക്കൊണ്ടിരിക്കുന്നു. ആവറേജ് 6-ൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്. അപ്പോൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ 6-ൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട്. നമ്മൾ പരിശോധിക്കാത്തതുകൊണ്ട് അറിയുന്നില്ല എന്നേ ഉള്ളൂ. പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ രോഗിയായി, പ്രശ്നമായി. അതുകൊണ്ട് പരിശോധിക്കാതിരിക്കുക, അത് നല്ലത്. ചർമ്മരോഗം ഒരു പരിധി വിട്ടു.
എന്തായാലും പ്രായം വർദ്ധിക്കുന്നതിന് മുമ്പ്, യന്ത്രങ്ങളൊക്കെ പഴകുന്നതിന് മുമ്പ് തന്നെ ഹാർട്ട് അറ്റാക്കായി മരിക്കുന്നവരുടെ എണ്ണം ദിനം തോറും കൂടിക്കൂടി വരികയാണ്. മാനസിക വിഭ്രാന്തികൾ പെരുകുകയാണ്. ഇതുവരെ ഇല്ലാത്തത്ര കിഡ്നിയുടെയും ലിവറിൻ്റെയും പ്രശ്നങ്ങൾ കൂടി വരുന്നു. ഇതൊക്കെ നമ്മൾ പകൽ വെളിച്ചത്തിൽ എന്ന പോലെ ചുറ്റുപാട് കാണുന്നു. ഇതൊക്കെ കണ്ടാലും അനുഭവിച്ചാലും ജീവിതക്രമത്തിൽ അല്പം പോലും മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാവുന്നില്ല. ഞാനിവിടെ ഒരു കാറും കൊണ്ടുവന്ന് ഒരു ബോർഡും വെച്ച് വിൽക്കുകയാണ്. ഒന്നുകിൽ ബിരിയാണി ആയിരിക്കും, അല്ലെങ്കിൽ ഷവർമ്മയായിരിക്കും, അല്ലെങ്കിൽ വേറെന്തോ ഒരു ഉച്ചരിക്കാൻ പറ്റാത്ത ചില പേരൊക്കെ ഉണ്ട്, പിന്നെ കുഴിമന്തി ഉണ്ട്. വേറൊന്നും വേണ്ട, ഒരു വാഹനം മതി, ഒരു സാധനം വിൽപ്പനയായി. എനിക്ക് ലൈസൻസ് വേണ്ട, ഞാൻ പരിശോധിക്കപ്പെടുന്നില്ല, ഒന്നുമില്ല. മുമ്പ് കാലത്ത് ഈ ഈത്തപ്പഴവും ഹലുവയൊക്കെ വെച്ചാൽ ഈച്ച പൊതിയുന്നത് പോലെ ആൾ പൊതിഞ്ഞ് കാണാം. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുകയും ചെയ്യും. ഇതിനേക്കാൾ കഷ്ടമാണ്, വീടുണ്ടാവും, വലിയ വീട്, അടുക്കള ഉണ്ടാവും, ഭക്ഷണം പാചകം ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവും, എന്നാലും ഓൺലൈൻ പോയിട്ട് സ്വിഗ്ഗി, സൊമാറ്റോ എന്നും പറഞ്ഞ് ഓർഡർ ചെയ്യും. തീർച്ചയായിട്ടും വേണ്ടാന്ന് പറയുന്നതിൽ എത്രയോ പേർക്കത് അനുഗ്രഹമാണ്. കാരണം എത്രയോ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന, പാചകം ചെയ്യാൻ ശേഷിയില്ലാത്ത രോഗികളും വൃദ്ധ ശരീരികളുമായിട്ടുള്ളവർക്ക് വളരെ വലിയ അനുഗ്രഹമാണത്. ഒരിക്കലും അല്ല എന്ന് പറയില്ല. പക്ഷേ ആരോഗ്യമുള്ളവരും നമ്മൾ എന്തായി പോകുന്നു? വിഷു, ഓണം തുടങ്ങിയ സന്ദർഭങ്ങളിൽ ബോർഡ് കാണാം, പായസം, പാലടപ്രഥമൻ എന്ന് പറഞ്ഞിട്ട്. ഇത് വാങ്ങി കുടിക്കേണ്ട സാധനമാണോ, അല്ല വീട്ടിലുണ്ടാക്കേണ്ട സാധനമാണോ? ഇതെന്തിന് പറയുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. വിരുദ്ധാഹാരങ്ങൾ കഴിച്ച് രോഗങ്ങളെ വിളിച്ചു വരുത്തുകയാണ് നമ്മൾ. ഈ പറയുന്നതിൽ എന്തെങ്കിലും അസത്യമോ അസാംഗത്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. പേരിലോ വലിയ വിദ്യാഭ്യാസമുള്ളവരാണെന്ന് പറയുകയും ചെയ്യും. നമ്മുടെ രോഗങ്ങൾ നമുക്ക് എത്ര കുറയ്ക്കാൻ പറ്റും? അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം യുക്തമായിരിക്കണം. ഇതിനേക്കാൾ കഷ്ടമാണ് നിദ്ര. ഉറക്കത്തിൻ്റെ കഥ പറയാത്തതാണ് നല്ലത്. കാരണം നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു 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 യൂണിവേഴ്സൽ ക്ലോക്ക് എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രാപഞ്ചിക ഘടികാരത്തിന് വിധേയമായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ജീവിക്കാൻ നമുക്ക് അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൗരയൂഥത്തിന് പുറത്തു പോകണം. ഈ സൗരയൂഥത്തിൻ്റെ ഉള്ളിൽ കഴിയുന്ന കാലത്തോളം സൂര്യൻ്റെ ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതക്രമം. അത് മാറ്റാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മൾ എപ്പോഴാണ് കിടന്നുറങ്ങുന്നത്, എപ്പോഴാണ് ഉണരുന്നത്? ഇത് ഈ പ്രപഞ്ച ഘടികാരവുമായി യോജിപ്പുണ്ടോ, യുക്തതയുണ്ടോ? ഒരു വിലയിരുത്തലിന് വേണ്ടിയാണ് പറയുന്നത്, ആരെയും കുറ്റപ്പെടുത്താനല്ല. ഇൻ്റർനെറ്റിലും മറ്റും പോകണ്ടെന്ന് ആരും പറയുന്നില്ല, തീർച്ചയായിട്ടും പോകണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അക്ഷരം എഴുതാൻ പഠിച്ചുകൊണ്ടൊന്നും സാക്ഷരരാവില്ല. ഇൻ്റർനെറ്റ് സാക്ഷരത നമുക്ക് വേണം, അത്യാവശ്യമാണ്. പക്ഷേ ഈ പ്രപഞ്ച ഘടികാരത്തിൻ്റെ സമയത്തിന് വിധേയമായി ജീവിക്കേണ്ട നമ്മൾ അതിനെ തെറ്റിച്ച് അർദ്ധരാത്രിയും കഴിഞ്ഞ് ഈ സാധനത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ഇതൊന്നുമില്ലാണ്ട് കടന്നെടുത്ത് ചെയ്യണവരുണ്ട്. സംഗതി കിടക്കുന്നുണ്ടാവും, പക്ഷേ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാവും. ഇതെന്തപ്പോൾ ഇത്ര കാണാനുള്ള? രാവിലെ വൈകിട്ട് ഉണരുക, ഇത് വലിയൊരു ശീലമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ നമുക്ക് സാധിക്കണം. ചിലരെങ്കിലും വിചാരിക്കും ഇവൻ ഏതോ ഒരു പഴഞ്ചൻ പണ്ട് ജനിക്കേണ്ട ആളായിരുന്നു, ബ്രഹ്മാവിന് കാലം മാറിപ്പോയി, അങ്ങനെ കാലം തെറ്റി ജനിച്ചവനാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നും. തോന്നിയ ഒരു വിരോധവും നമുക്കില്ല, ഒരു വിരോധവും ഇല്ല. സമാജത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. ഒരു താളമുണ്ട് ജീവിതത്തിന്. ആ താളം പ്രപഞ്ച താളവുമായി യോജിക്കണം.
പ്രപഞ്ച താളവുമായി യോജിക്കുന്നില്ലെങ്കിൽ അത് അവതാളാവും. രണ്ട് നല്ല ഗായകരാണ്, നല്ല ഒന്നാന്തരം ഗായകർ. രണ്ടുപേരും ഒന്നിച്ചു പാടുകയാണ്. രണ്ട് താളമാണ് പാടുന്നതെങ്കിലോ അവതാളാണ്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതങ്ങൾ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ തിരക്കേടില്ല. ശാസ്ത്രീയമായ ഭാഷയിൽ നമ്മുടെ മക്കൾക്കിത് പറഞ്ഞു കൊടുത്താൽ തിരക്കേടില്ല. ഇല്ലെങ്കിൽ വലിയൊരു സമ്പത്താണ് നമുക്ക് നഷ്ടമാകുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ യുവസമ്പത്താണ്. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഭാരതത്തിൻ്റെ കയറ്റുമതിയോ പുതുതായി കണ്ടെത്തിയ ലിഥിയമോ അല്ലെങ്കിൽ പെട്രോളിയം കണ്ടെത്തലൊന്നുമല്ല, നമ്മുടെ യുവശക്തിയാണ്. അതൊന്നും അല്ലാണ്ട് നശിക്കുകയാണ് ഈ താളം തെറ്റിയ ജീവിതക്രമം കൊണ്ട്. ചിന്തിക്കുക, വേണ്ട മാറ്റങ്ങൾ വരുത്തുക. യുക്താഹാര വിഹാരസ്യ എന്ന് പറയാൻ പോകുന്നു. നമ്മൾ യുക്തമായ ആഹാരവിഹാരങ്ങളോട് കൂടിയവനാകണം. എങ്ങനെ നോക്കൂ, അവസാനം നമ്മൾ പഠിച്ചത് നാത്യശ്നതസ്തു യോഗോസ്തി ന ചൈകാന്തമനശ്നതഃ ന ചാതി സ്വപ്നശീലസ്യ ജാഗ്രതോ നൈവ ചാർജുന. തുടർന്ന് യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്താഹാരവിഹാരസ്യ, ആഹാരവിഹാരങ്ങളിൽ യുക്തതയുള്ളവന്, യുക്തമായ ആഹാരവിഹാരങ്ങളെ പാലിക്കുന്നവന്. ആഹാരം, ഭക്ഷണം എന്നല്ല പറഞ്ഞത്. ഭക്ഷണവും ആഹാരവും വ്യത്യാസമുണ്ട്. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിലൂടെ കഴിക്കുന്നതിനെ ഭക്ഷണം എന്ന് പറയാറുള്ളൂ. എന്നാൽ ആഹാരം എന്ന് പറഞ്ഞാൽ ഭക്ഷണം പ്ലസ് ആണ്. കണ്ണിലൂടെ, ചെവിയിലൂടെ, മൂക്കിലൂടെ, നാക്കിലൂടെ, ത്വക്കിലൂടെ എന്തിനെ നമ്മൾ ആഹരിക്കുന്നുണ്ടോ ഉള്ളിലേക്ക്, അതൊക്കെ ആഹാരമാണ്. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് എടുക്കുന്നത് മുഴുവൻ ആഹാരമാണ്. കഴിക്കുന്ന ഭക്ഷണവും ആഹാരമാണ്. ആഹാരം യുക്തമായിരിക്കണം, യുക്തമായ അളവായിരിക്കണം. അത് നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അളവ് മാത്രം യുക്തമായാൽ പോരാ, നമുക്ക് യോജിക്കുന്നതായിരിക്കണം. അപ്പോൾ ആഹാരം തന്നെ ഒന്ന് നോക്കൂ. നമ്മൾ ഭക്ഷണം വായിലൂടെ കഴിക്കണു. വായയുടെ മുകളിൽ കാവൽക്കാരനുണ്ട്, തൊട്ട് മുകളിലില്ലേ? അതെ, ഒരു ദ്വാരമേ ഉള്ളൂ വായയ്ക്ക്. എന്നാൽ മൂപ്പർക്ക് രണ്ട് ദ്വാരമുണ്ട്. ഒന്നടഞ്ഞാലും മറ്റത് വർക്ക് ചെയ്യും. എന്തിനാ? പറ്റാത്തത് യുക്തമാണോ അല്ലയോ എന്ന് അപ്പം പറഞ്ഞു തരും. ഇത് യുക്തമല്ല കേട്ടോ, മാറ്റി വെച്ചോളൂ എന്ന് പറയും. അതെ, ജീവിതം ക്രമീകരിക്കാൻ വേറെ ഒന്നും വേണ്ട, ഈ മനുഷ്യ ശരീരം മാത്രം ഒന്ന് നോക്കിയാൽ മതി. അപ്പം അയുക്തമായത് കഴിക്കാതിരിക്കുക, അയുക്തമായ മാത്രയിൽ കഴിക്കാതിരിക്കുക. അതുപോലെ കാണുന്ന കേൾക്കുന്ന എല്ലാം യുക്തമായിരിക്കുക, നമുക്ക് യോജിക്കുന്നതായിരിക്കുക. അതിന് വിവേകം വേണം. അതുകൊണ്ട് തന്നെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയ എല്ലാത്തിനും ഉപരിയാണ് തല ഫിറ്റ് ചെയ്തിട്ടുള്ളത്. വേറെ ജന്തുക്കൾക്കില്ലാത്ത വിശേഷമാണ്, മറ്റൊരു ജന്തുക്കൾക്കും ഇല്ലാത്ത വിശേഷം. ചിലരെങ്കിലും പറഞ്ഞേക്കാം, ഈ ചിദാനന്ദപുരസ്വാമി മഹാവിഡ്ഢിത്ത പറയണത്. കുതിരയുടെ തല പൊക്കത്തിലല്ലേ, കഴുതയുടെ തല പൊക്കത്തിലല്ലേ, സീബ്രയുടെ തല പൊക്കത്തിലല്ലേ എന്നൊക്കെ ചോദിക്കും.
അവർക്ക് വയറിൻ്റെ താഴെ വെച്ചും ഭക്ഷണം കഴിക്കാം. വയറിൻ്റെ താഴെ തല വെച്ചും സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. കഴുതയ്ക്കും കുതിരയ്ക്കും സീബ്രയ്ക്കും ഒക്കെ. മനുഷ്യന് വേണ്ട, മനുഷ്യന് പറ്റില്ല. ഇനി ആരെങ്കിലും പരാക്രമമായിട്ട് അങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മളതിന് ഉത്തരവാദിയല്ല കേട്ടോ, നമുക്കും പറ്റും. ഞാൻ കഴിച്ചൂലോ എന്ന് നാളെ വന്ന് പറയരുത്. അത് കുറച്ച് അതിക്രമ. സാമാന്യമായിട്ട് വയ്യ. ഏറ്റവും മുകളിൽ തലാന്യാണ് ഉള്ളത്. അത് ഓർമ്മിച്ചാൽ നല്ലത്. അതുകൊണ്ട് ഓരോ ഇന്ദ്രിയത്തിലൂടെ അകത്തേക്ക് എടുക്കുന്നതും യുക്തമായിരിക്കണം, യോജിക്കുന്നതായിരിക്കണം, ചേരുന്നതായിരിക്കണം. എപ്പോഴെങ്കിലും ഇത് ചേരുന്നതല്ല എന്ന് ബോധിച്ച് അപ്പം അവിടുന്ന് മാറിയേക്കണം. ഇപ്പോൾ 2 പേര് കൂടിയിട്ട് മൂന്നാമതൊരാളെ കുറിച്ച് കുറ്റം പറയുകയാണെന്ന് വെച്ചോളൂ. ആദ്യം നമ്മൾ വിചാരിച്ചു എന്തോ നല്ല വർത്താനം പറയാമെന്ന്. അപ്പോഴാണ് ശ്രദ്ധിച്ചത് ദൂഷണമാണ്. അപ്പം അവിടുന്ന് മാറുക. പ്രശ്നം കഴിഞ്ഞല്ലോ. നിങ്ങൾ ദൂഷണം പറയരുത് എന്നൊന്നും പറഞ്ഞേക്കരുത്. അവരെ ഇഷ്ടമല്ലേ, അവരെ സ്വാതന്ത്ര്യമല്ലേ, അവർ പറഞ്ഞോട്ടെ. നമ്മളപ്പം മാറിയേക്കുക. നമ്മുടെ കാഴ്ചയ്ക്ക് യോജിക്കാത്തതെന്ന് ബോധിക്കുന്ന എന്തെങ്കിലും കണ്ടാൽ അവിടുന്ന് മാറിയേക്കുക. പിന്നെ കാഴ്ചയ്ക്ക് സുഖമാണ്. കണ്ണിന് നല്ല 2 പോള വെച്ചിട്ടുണ്ട് അടയ്ക്കാനുള്ള സംവിധാനം. ചെവിക്ക് അതില്ല, അതാ പ്രയാസം. എന്നാലും ചെവി ഏത് വിരലുകൊണ്ടും നമുക്ക് അടയ്ക്കാൻ പറ്റും കേട്ടോ. മനുഷ്യൻ്റെ ഏത് വിരലുകൊണ്ടും അടയ്ക്കാൻ പറ്റും ചെവി. 5 വിരലുകൊണ്ടും പറ്റും. ചിലർ നോക്കുക 5ഉം പറ്റുമെന്നൊക്കെ. പക്ഷെ 5 കൊണ്ടും പറ്റും. 5 വിരലുകൊണ്ടും പറ്റും. അടച്ചാൽ മതി. അപ്പം എവിടെയെങ്കിലും നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ ആഹരിക്കുന്നത് യുക്തമല്ലെന്ന വിചാരം വരുമ്പോൾ അപ്പം മാറിയേക്കുക മതി. ഇങ്ങനെ ആഹാരവിഹാരങ്ങളെ ക്രമീകരിക്കുക, അതാണ് ആദ്യം വേണ്ടത്. ഉയർന്ന വേദാന്തമൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ക്രമികമായി പതുക്കെ പതുക്കെ പഠിക്കാം. നമുക്ക് ആരോഗ്യമുള്ളൊരു സമൂഹത്തിന് അത് മുഖ്യമാണ്. അപ്പോൾ യുക്താഹാര വിഹാരനാവുക. യുക്തചേഷ്ടസ്യ കർമ്മസു, കർമ്മങ്ങളിൽ യുക്തചേഷ്ടനാവുക. യുക്ത ചേഷ്ട യസ്യ സ യുക്തചേഷ്ട, യുക്തമായ ചേഷ്ടയോട് കൂടിയവൻ. എന്താ യുക്തമായ ചേഷ്ട എന്ന് പറഞ്ഞാൽ? ഇപ്പം കർമ്മങ്ങൾ നമുക്ക് ചെയ്തേ മതിയാവും. ലൗകികമായും വൈദികമായും പലവിധ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്തേ മതിയാവും. ചെയ്യേണ്ടെന്ന് ആരും പറഞ്ഞില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമുക്ക് യുക്തത വേണം. ഉദാഹരണത്തിന് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുണ്ട്, ആശ്രമത്തിൻ്റെ വളരെ ബന്ധപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ ഒരു കിലോഗ്രാം സാധനം എടുക്കണം എന്ന് വിചാരിച്ചോളൂ. അദ്ദേഹം ഒരു 5 കിലോഗ്രാം എടുക്കാനുള്ള ശക്തി കൊടുത്തിട്ടാണ് എടുക്കുക. അതെ, ആശ്രമത്തിൽ നിന്ന് വന്ന ചില ആൾക്കാർ നോക്കുക എന്നെക്കൊണ്ടാണോ എന്ന്, ആരെക്കൊണ്ടായാലും. എന്നിട്ട് ക്ഷീണിക്കും പാവും, എന്നിട്ട് കിടക്കും. 1 കിലോഗ്രാം എടുക്കാൻ ആ പ്രയത്നം ചെയ്താൽ പോരെ. പക്ഷേ അധികമായി പ്രയത്നിക്കും, എന്നിട്ട് ക്ഷീണിക്കും. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ കുശലതയോടുകൂടി ചെയ്യണം. പക്ഷേ ആവശ്യമുള്ള ഊർജം ചെലവഴിച്ചു കൊണ്ടായിരിക്കണം. ആവശ്യമുള്ള ഊർജം ചെലവഴിച്ചു. ഇപ്പോൾ ഇവിടെ മൈക്രോഫോൺ വെച്ചിട്ടുണ്ട്. ഈ മൈക്രോഫോൺ അവിടുന്ന് ആംപ്ലിഫയർ സിസ്റ്റത്തിലൂടെ കടത്തിവിട്ട് നിങ്ങൾ വലുതായി കേൾക്കാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഇരുന്ന് എനിക്ക് തൊണ്ട കീറുന്ന പോലെ സംസാരിക്കാം. ചിലർ മൈക്ക് വെച്ചാലും തൊണ്ട കീറുന്ന പോലെ സംസാരിക്കും. പിന്നെ അവരവിടെ കുറച്ച് കൊണ്ടുവരണം, എന്നിട്ട് ക്ഷീണിക്കുക. എന്തിനതിൻ്റെ ആവശ്യം? യുക്തചേഷ്ട, ആവശ്യമുള്ളത് ചെയ്താൽ മതി. അതിൽ കുറയരുത്, ഇട്ട് കൂടരുത്. എല്ലാ വ്യവഹാരങ്ങളിലും അങ്ങനെ ആയാൽ തരക്കേടില്ല. അതാണ് കർമ്മസു യുക്തചേഷ്ടനാവുക. യുക്തസ്വപ്നാവബോധസ്യ, സ്വപ്നവും അവബോധവും യുക്തമാവുക. സ്വപ്നം ഉറക്കം, അവബോധം ഉണർവ്. അവബോധം എന്നുള്ളതിന് അറിവ് എന്നാണ് അർത്ഥം. ഇവിടെ ഉണർവ് എന്ന് അർത്ഥം എടുക്കുക. അപ്പോൾ ഉറക്കവും ഉണർവും യുക്തമായിരിക്കണം.
ആവശ്യത്തിന് ഉറങ്ങണം, ആവശ്യത്തിന് ഉണർന്നിരിക്കണം. നമ്മൾ ആവശ്യത്തിലധികം ഉറങ്ങിക്കഴിഞ്ഞാൽ ദേഹം അതിനോട് താതാത്മ്യപ്പെടും. ആവശ്യത്തിന് ഉറങ്ങാതിരുന്നാലും ദേഹം അതിനോട് താതാത്മ്യപ്പെടും. അതുകൊണ്ട് അനേക അനർത്ഥങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് ശരീരം ആവശ്യപ്പെടുന്നത്ര ഉറങ്ങുക, അത് കുറയ്ക്കരുത്. സ്വാമി എൻ്റെ തൊഴിൽ അങ്ങനെ ഉറങ്ങാൻ സമ്മതിക്കുന്നതല്ല എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴാണോ സാധ്യത കിട്ടുക അപ്പോൾ ഉറങ്ങിയിട്ട് കടം വീട്ടിക്കൊള്ളുക. ഒന്ന് ഓർമ്മിക്കുക, നമ്മളൊക്കെ ഈ ശരീരത്തിൽ ഒരു ട്രസ്റ്റിയെ പോലെയാണ് ഇരിക്കുന്നത്. ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫൗണ്ടർ ട്രസ്റ്റി ചില നിയമങ്ങളൊക്കെ എഴുതി വയ്ക്കും. ആ നിയമമനുസരിച്ച് ആ ട്രസ്റ്റ് നടത്താൻ മാത്രമേ നമുക്ക് അനുവാദമുള്ളൂ, അധികാരമുള്ളൂ. അതുപോലെ ഞാൻ എൻ്റെന്നൊന്നും അഭിമാനിച്ചിരിക്കേണ്ട ആരും. ഇതൊരു ട്രസ്റ്റ് കൊണ്ട് നടക്കണ പോലെ കൊണ്ടടക്കാം. എങ്ങനെയൊക്കെയാണ്? ഇത്ര വെള്ളം കൊടുത്തോളൂ, ഇത്ര ഭക്ഷണം കഴിച്ചോളൂ, ഇത്ര വിശ്രമം കൊടുത്തോളൂ, കുളിപ്പിക്കണം, പല്ല് തേപ്പിക്കണം. പല്ല് തേപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലർ വിചാരിക്കുന്നത് വേറൊരാളെ പല്ല് തേപ്പിക്കണ കഥയാണ് പറയണത്. അല്ല, ഈ സാധനത്തിനെയാണ് പറഞ്ഞത്. ശൗചം തുടങ്ങിയവ ചെയ്യണം. അങ്ങനെ ഇതിനെ വേണ്ടതുപോലെ പരിപാലിച്ചു കൊണ്ടുപോകാനേ നമുക്ക് അധികാരമുള്ളൂ. അല്ലാതെ ആർക്കെങ്കിലും ഇത് ഞാൻ എന്ന് പറയാനുള്ള അധികാരം ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഉണ്ടോ? ഇല്ല. പോട്ടെ, ഞാൻ എന്നല്ല, എൻ്റെന്ന് പറയാൻ പൂർണ്ണമായ അധികാരമുണ്ടോ ആർക്കെങ്കിലും? എൻ്റെതാണ്, ശരി, സമ്മതിച്ചു. ആ എൻ്റെ എന്നുള്ളതൊരു പരിമിതമായ എൻ്റെയാണ്. ഇന്ന് അവിടെ ആശ്രമത്തിൽ ഭൂമി ഡിജിറ്റൽ സർവേ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് അതിങ്ങനെ ഓരോരോ വിവരങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക, അതിൻ്റെയൊക്കെ പരിപാടിയാണ്. അപ്പോൾ അവിടെ മാനേജിങ് ട്രസ്റ്റി എന്നുള്ള രീതിയിൽ എൻ്റെതാ ഈ പ്രോപ്പർട്ടി. അപ്പോൾ ആ പ്രോപ്പർട്ടി ആരുടേതാ? എൻ്റെതാ. ശ്രദ്ധിക്കണേ, ആ എൻ്റെയൊക്കെ ഒരു കനം കൂടുതലാണ്. പക്ഷേ എങ്ങനെയാ? മാനേജിങ് ട്രസ്റ്റി എന്നുള്ള രൂപത്തിൽ. നാളെ ആരാണോ മാനേജിങ് ട്രസ്റ്റി അവൻ്റെയാണ്. ഇന്ന് ആ സ്ഥാനത്ത് ഞാനിരിക്കുന്നു, നാളെ ആ സ്ഥാനത്ത് ആരാണോ അയാളാണ് അതിൻ്റെ ഉടമസ്ഥത, എനിക്കല്ല. എനിക്കത് മറ്റൊരാൾക്ക് വീതിച്ചു കൊടുക്കാനൊന്നും അധികാരമില്ല. എനിക്ക് വിറ്റ് ചില്ലാനുണ്ടാക്കാനും പറ്റില്ല. അത് സംരക്ഷിക്കുക, അടുത്ത മാനേജിങ് ട്രസ്റ്റിക്ക് കൈമാറുക, അയാൾ അടുത്ത ആൾക്ക്. അതേ ഉള്ളൂ. ഇത് നമ്മളൊക്കെ ഓർമ്മിച്ചാൽ തിരക്കേടില്ല. നമ്മളൊക്കെ ഇതിൻ്റെ ഒരു ട്രസ്റ്റിയാണ്. വേണമെങ്കിൽ ഒരു പത്രാസ് കൂട്ടാൻ മാനേജിങ് ട്രസ്റ്റിയാന്നൊക്കെ പറഞ്ഞോളൂ, അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞ ഒരധികാരവും നമുക്കില്ല. ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതൊരു വിഡ്ഢിത്താണ്. അല്പം നിയമം തെറ്റിച്ചാൽ പോയി. അതുകൊണ്ട് യുക്ത സ്വപ്നാവബോധസ്യ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ വളരെ തെറ്റിക്കുന്നുണ്ട് ഇക്കാലത്ത്. പുറത്ത് ആരോടും പറയേണ്ട, നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം നമ്മൾ എത്രമാത്രം യുക്ത സ്വപ്നാവബോധനാണ് എന്ന്. ആവശ്യമുള്ളത്ര നമ്മൾ ഉറങ്ങുന്നുണ്ടോ? ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നുണ്ടോ? അതിൻ്റെ അളവ് മാത്രമല്ല, സമയം മുഖ്യമാണ്. എന്തുകൊണ്ട് സമയം മുഖ്യമാണ്? നമ്മൾ ഈ ജീവിതത്തിനൊരു താളമുണ്ടല്ലോ, താളം എന്നുള്ളതിന് റിഥം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. ഈ റിഥം അല്പം തെറ്റിയ പ്രശ്നം. ഉദാഹരണം പറഞ്ഞാൽ, അനേക തരത്തിൽപ്പെട്ട സിർക്കാഡിയൻ റിഥം നമ്മളെ ഭരിക്കുന്നുണ്ട്. പലരും വിചാരിക്കുന്നത് സിർക്കാഡിയൻ റിഥം എന്ന് പറയുമ്പോൾ അത് രാത്രിയും പകലുമുള്ള ഇതിനെ മാത്രം ബന്ധപ്പെടുത്തുന്നതെന്നാണ്. അല്ല, വർണ്ണവുമായി ബന്ധപ്പെട്ട് സിർക്കാഡിയൻ റിഥമുണ്ട്, ശബ്ദവുമായി ബന്ധപ്പെട്ട് സിർക്കാഡിയൻ റിഥമുണ്ട്, ശബ്ദവുമായി ബന്ധപ്പെട്ട്, രൂപവുമായി ബന്ധപ്പെട്ട്, സമയവുമായി ബന്ധപ്പെട്ട്. ഇപ്പം നമ്മളൊരു നടന്ന് ഒരു 10 കിലോമീറ്റർ പോകാമെന്ന് വിചാരിച്ചോളൂ. ആ കാഴ്ചകൾ കണ്ടിട്ട് ആ 10 കിലോമീറ്റർ ദൂരം നമ്മളൊരു 5 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഒരു വാഹനത്തിൽ പോകാമെന്ന് വെച്ചോളൂ. അതേ 10 കിലോമീറ്റർ ദൂരം നമ്മൾ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വാഹനത്തിൽ പോകാമെന്ന് വെച്ചോളൂ.
വെറുതെ പോയാൽ പോരാ, ചുറ്റുപാട് കാണണം. ഏതാണ് ഏറ്റവും അധികം ക്ഷീണം ഉണ്ടാവുക? 100 കിലോമീറ്ററിൽ പോയതില്ല. കാരണം നമ്മുടെ മസ്തിഷ്കത്തിന് ഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിലാണ് നമ്മൾ പോകുന്നത്. എന്നാൽ ദിവസവും അങ്ങനെ പോയി ശീലിച്ചാലോ, നമ്മൾ അതുമായിട്ട് ആ ഋതുവായിട്ട് നമ്മൾ താതാത്മ്യപ്പെടും. ഇതുപോലെ ഒട്ടനവധി മേഖലകളിൽ നമ്മൾ സിർക്കാഡിയൻ റിഥം പറയാറുണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അപ്പം യുക്ത സ്വപ്നാവബോധനായിരിക്കണം. അങ്ങനെയുള്ള ആൾക്ക് അപ്പം യുക്താഹാര വിഹാരനായിരിക്കണം, കർമ്മസു യുക്തചേഷ്ടനായിരിക്കണം, 3 യുക്ത സ്വപ്നാവബോധനായിരിക്കണം. അങ്ങനെയുള്ള ആൾക്ക് യോഗോ ഭവതി ദുഃഖ, യോഗം ദുഃഖത്തെ ഇല്ലാതാക്കുന്നതായി തീരും. യോഗം ദുഃഖത്തെ ഇല്ലാതാക്കുന്നതായി തീരും. എന്നാൽ ഈ വക പാലിക്കാതെ ഞാൻ യോഗാനുഷ്ഠാനം ചെയ്യാണ്, ഞാൻ യോഗിയാണെന്നും പറഞ്ഞ് ജീവിച്ചാൽ എന്താവും? ദുഃഖം തരുന്നതായി മാറും യോഗം. ജീവിതത്തിൽ ഇത്തരം ക്രമീകരണങ്ങൾ ഇല്ലാതെ യോഗചര്യയിൽ ഏർപ്പെട്ടാൽ കൂടുതൽ കൂടുതൽ ദുഃഖകരമായി തീരും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഏറ്റവും പ്രാഥമികമായി വേണ്ടത് ശമദമങ്ങളാണ്, അല്ലെങ്കിൽ യമനിയമങ്ങളാണ്. യമനിയമങ്ങളോടുകൂടി മാത്രമേ യോഗാസനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, സൂക്ഷ്മ സാധനകളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അല്ലാതെ വയ്യ. ഇന്നിപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ തന്നെ പലർക്കും വിഷമവും വിരോധവും ഉണ്ടാവും. കാരണം എത്ര ഫീസ് അടച്ചോ ഉടനെ തന്നെ യോഗമാണ്. ഫീസ് അടച്ച അപ്പം തുടങ്ങും മൂക്ക് പിടിക്കാൻ പഠിപ്പിക്കാൻ. വലിച്ച് കയറ്റടാ, എത്ര? 4. എന്നിട്ടോ 16 അകത്ത് വെക്ക്, എന്നിട്ട് 8 പുറത്തേക്ക് വിട്ട്, എന്നിട്ട് ആ വിട്ടയിൽ കൂടെ 4 അകത്തേക്ക് എടുക്കുക, എന്നിട്ട് 16 നിൽക്കത്ത്, 8 പുറത്തേക്ക് വിട്ട. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നാഡീവ്യവസ്ഥയാകെ തകരാറായി. വൈദ്യരെ കാണിച്ചു. വൈദ്യർ പറഞ്ഞു ദുർഭിഷജ്യമാണ്, മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റില്ല. ഇത് യോഗശാസ്ത്രത്തിൻ്റെ കുറ്റമല്ല, നമ്മൾ അനുഷ്ഠിക്കുന്നതിലെ കുറ്റമാണ്. അതുകൊണ്ട് യമനിയമങ്ങൾക്ക് ശേഷമേ ആസനം ആചാര്യൻ പറയുന്നുള്ളൂ, ആസനസിദ്ധിക്ക് ശേഷമേ ആചാര്യൻ പ്രാണായാമം പറയുന്നുള്ളൂ. ഇത് ഓർമ്മിച്ചാൽ നല്ലത്. അതുകൊണ്ടാണ് യുക്താഹാരവിഹാരനും കർമ്മങ്ങളിൽ യുക്തചേഷ്ടനും യുക്തസ്വപ്നാവബോധനുമായ ആൾക്ക് യോഗം ദുഃഖത്തെ ഇല്ലാതാക്കുന്നതാകുന്നു. ഇത് വളരെ ശ്രദ്ധിക്കുക. ഭഗവാൻ ഇത്രയ്ക്കൊക്കെ പറഞ്ഞു തന്നാലും നമ്മളത് ഉൾക്കൊള്ളില്ല. പറഞ്ഞാൽ എന്താ ചെയ്യാം? ഇതൊന്നും അത്ര ഉയർന്ന വേദാന്ത തത്വങ്ങളൊന്നുമല്ല. പ്രാഥമിക ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകളാണ്. ശ്രദ്ധിക്കൂ, നോക്കൂ. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഇവിടെ വിഹാരഹ എന്നുള്ളതിന് നമ്മൾ മൊത്തം ജീവിത ശൈലി എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഭഗവാൻ ഭാഷ്യകാരൻ നടത്തം എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. പാദക്രമ എന്ന് വിഹാരം. അപ്പോൾ ആവശ്യത്തിന് നടത്തം വേണം. നടത്തം, ഓട്ടം തുടങ്ങിയവയൊക്കെ വേണം. വ്യായാമങ്ങളൊക്കെ ആവശ്യത്തിന് വേണം എന്നർത്ഥം. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ. ശരി, അങ്ങനെ ജീവിതം ഈ പറഞ്ഞതുപോലെ ക്രമീകരിച്ചാൽ യോഗസിദ്ധനായി മാറും, യോഗാരൂഢനായി മാറും. എപ്പോഴാണ് യോഗാരൂഢനാവുന്നത്? വീണ്ടും പറയുന്നു, യദാ വിനിയതം ചിത്തം ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യതേ തദാ. യദാ വിനിയതം ചിത്തം
ആത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹ സർവകാമേഭ്യോ യുക്ത ഇത്യുച്യത്തെ തദാ. യഥാ എപ്പോഴാണോ വിനിയതം ചിത്തം, വിശേഷേണ നിയമിതമായ ചിത്തം എന്നുള്ളതിനവിടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് വേർതിരിക്കാതെ മൊത്തം അന്തഃകരണം എന്നർത്ഥം പറയണം. അപ്പം നമ്മുടെ അന്തഃകരണം എപ്പോഴാണോ വിശേഷേണ നിയമിക്കപ്പെട്ടിട്ട്, ആരാൽ നിയമിക്കപ്പെട്ടിട്ട്? നമ്മളാൽ നിയമിക്കപ്പെട്ടിട്ട്. വേറെ ആരുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരുനാഥ, എൻ്റെ ചിത്തത്തെ ഒന്ന് നിയന്ത്രിച്ചു തരണേ. ഒരു ഗുരുനാഥനും സാധ്യമല്ല. ഒരു ഗുരുനാഥനും സാധ്യമല്ല. എൻ്റെ മനസ്സൊന്ന് ശാന്തമാവാൻ സ്വാമി സങ്കല്പിക്കണേ. പിന്നെ നിൻ്റെ മനസ്സ് ശാന്തമാവാൻ ഞാനല്ലേ സങ്കല്പിക്കേണ്ടത്? എന്തൊക്കെയാ പറയണത്? അപ്പം എനിക്ക് കുറച്ച് ചില്ലാനുണ്ടാക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയും, വത്സ, ഞാൻ സങ്കല്പിച്ചു കൊള്ളാം. എൻ്റെ സങ്കല്പത്തിൻ്റെ ഫലമായി നിൻ്റെ ചിത്തം ശാന്തമാകും. അഥവാ ശാന്തമായില്ല, സ്വാമി നിങ്ങളെൻ്റെ പൈസയും വാങ്ങി ശാന്തത വന്നിട്ടില്ലല്ലോ, നിനക്ക് വിശ്വാസത്തിന് കുറവുണ്ട്, അതുകൊണ്ടാണ്. അതെ, അതുകൊണ്ട് മനസ്സിലാക്കുക, എൻ്റെ വിശപ്പ് മാറണമെങ്കിൽ ഞാൻ തന്നെ ഭക്ഷണം കഴിക്കണം. ഞാൻ ഭക്ഷണം കഴിച്ചാൽ അച്ഛന് വിശപ്പ് മാറില്ല, അച്ഛൻ ഭക്ഷണം കഴിച്ചാൽ എനിക്കും വിശപ്പ് മാറില്ല. സന്തോഷം ഉണ്ടാവും. അപ്പം അച്ഛൻ ഭക്ഷണം കഴിച്ചാൽ കുട്ടിക്കൊരു സന്തോഷം ഉണ്ടാവും, കുട്ടി ഭക്ഷണം കഴിച്ചാൽ അച്ഛനും സന്തോഷം ഉണ്ടാവും. പക്ഷെ വിശപ്പ് മാറണമെങ്കിൽ അവനവൻ തന്നെ കഴിക്കണം. അപ്പം നമ്മുടെ അന്തഃകരണം വിനിയതമാകണമെങ്കിൽ അവനവൻ തന്നെ പരിശ്രമിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയൊന്നും ഇവിടെ ഇല്ല, അതൊക്കെ വേറെ. സനാതനധർമ്മത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന എന്നൊന്നില്ല. ഇത് ഉറപ്പിച്ച് മനസ്സിലാക്കിയാൽ നല്ലത്. കാരണം കാലം മാറി മാറി സനാതന ധർമ്മശാസ്ത്രങ്ങളൊന്നും പഠിക്കില്ല. വേറുള്ളതൊക്കെ ഇഷ്ടം പോലെ കാണുകയും കേൾക്കുകയും ചെയ്യും. ഇപ്പോൾ റോഡിലൂടെ എങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എറണാകുളം വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ പോയി കഴിഞ്ഞാൽ 1000 ബോർഡെങ്കിലും കാണും വേറുള്ളവരോട് പ്രാർത്ഥിക്കണത്. എന്ത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇത് കണ്ട് ശീലിച്ച് നമ്മളും പറയും, സ്വാമി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ ആളും തരമൊക്കെ നോക്കും. കുറച്ച് ചില്ലാനം കിട്ടുന്ന വകുപ്പാണെങ്കിൽ ഞാൻ ഏറ്റിലേ പറയും. ഇല്ലാച്ചാ ചോദിക്കും, പിന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനാരും, നിനക്കെന്താ പണി എന്ന് ചോദിക്കും. മധ്യസ്ഥ പ്രാർത്ഥന സനാതന ധർമ്മശാസ്ത്രങ്ങൾക്കനുസൃതമായി ഇല്ല. ഉറച്ചു മനസ്സിലാക്കുക. എനിക്കും ഈശ്വരനും ഇടയ്ക്ക് നടുവിലൊരാളില്ല. അതുകൊണ്ട് മധ്യസ്ഥ ചൂഷണങ്ങൾ സനാതന ധർമ്മശാസ്ത്രത്തിനനുസരിച്ചില്ല. കർമ്മം ചെയ്യുന്ന പുരോഹിതരുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. കർമ്മം ചെയ്യുന്ന പുരോഹിതർ മധ്യസ്ഥരല്ല. ഉറച്ചു മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ചിത്തം നമ്മൾ തന്നെ നിയമിക്കണം. വേറെ ആരും വന്ന് നിയന്ത്രിക്കാൻ പോണില്ല. അങ്ങനെ നമ്മളാൽ നിയന്ത്രിക്കപ്പെട്ട നമ്മുടെ ചിത്തം എപ്പോഴാണോ ആത്മന്യേവാവതിഷ്ഠതേ, തന്നിൽ തന്നെ ഇരിക്കുന്നത്, തന്നിൽ തന്നെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്? എവിടേക്കാന്ന് ആര് കണ്ടു? എവിടെയൊക്കെയോ ഇരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കണത് ഇപ്പോൾ കസേരൻ്റെ മുകളിൽ ഇരിക്കണമെന്നാ. കസേരൻ്റെ മുകളിൽ നമ്മളല്ലേ ഇരിക്കണത്, ശരീരമല്ലേ ഇരിക്കണത്. മനസ്സിപ്പോൾ എവിടെയാണ് ഇരിക്കണത്? ബുദ്ധി എവിടെയാണ് ഇരിക്കണത്? ആര് കണ്ടു? ആർക്കപ്പോൾ ഇതൊക്കെ പറയാൻ പറ്റണേ? അപ്പം അതുകൊണ്ട് താൻ തന്നിലിരിക്കുന്നത് എപ്പോഴാണോ സ്വസ്ഥതയുടെ അനുഭവം ആരംഭിക്കുകയാണ് അവിടെ. താൻ തന്നിൽ പൂർണ്ണമായി ഇരുന്നാൽ സ്വസ്ഥതയായി. അതാണ് സ്വസ്ഥൻ എന്ന് പറയാറുണ്ട്. സ്വസ്ഥൻ, സ്വസ്മിൻ തിഷ്ഠതി ഇതി സ്വസ്ഥ. തന്നിലിരിക്കുന്നവൻ സ്വസ്ഥൻ. നമ്മളൊക്കെ എവിടെയൊക്കെയാണ് ഇരിക്കണമെന്ന് ആലോചിച്ച് നോക്കുക. കൂട്ടുകാരി കണ്ടപ്പോൾ ചിരിച്ചില്ല എന്ന് പറഞ്ഞാൽ തന്നെ വിഷമായി.
ഇല്ലേ? എന്നെ കണ്ടിട്ട് കണ്ട ഭാവം നടിച്ചില്ല. ആര്? എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താ? പാവം അയാൾ വേറെന്തോ ആലോചിച്ചിരിക്കുകയായിരിക്കും. അയാളെ കൊല്ലാപ്പോൾ അയാൾക്കല്ലേ അറിയുള്ളൂ, നമുക്കറിയോ? പക്ഷേ നമ്മളെ ഈ പ്രശ്നത്തിലുള്ളത്. അപ്പോൾ അയാളൊന്ന് ഒന്ന് ചുണ്ടൊക്കെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി പല്ലൊക്കെ ഒന്ന് വെളിച്ചത്ത് കാണിച്ചാലോ സന്തോഷമായി. കണ്ടപ്പോൾ ചിരിച്ചുല്ലോ. അപ്പം നമ്മളെവിടെയാണ് ഇരുന്നത്? നമ്മളെവിടെയാണ് ഇരുന്നത്? കൂട്ടുകാരിയുടെ മുഖത്തെ മാംസപേശികളിൽ. അത് ചിലത് സങ്കോചിക്കുകയും ചിലത് വികസിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് സന്തോഷമായി. ചിന്തിക്കുക, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാണ്. ഇതിന് പണ്ട് കാലത്ത് രാജഭവനങ്ങളിൽ, വേറെ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, രാജഭവനങ്ങളിൽ ഈ ക്രോധം വന്നാൽ ഇരിക്കാൻ പ്രത്യേക സ്ഥലമുണ്ട് അത്രേ. ഈ രാമായണമൊക്കെ വായിക്കണവർക്കറിയാം, കൈകേയി ക്രോധഭവനത്തിൽ പോയിരുന്നു. അതെന്തിനാ വെച്ചാൽ ഇത് മുഖം വീർപ്പിച്ച് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ മറ്റേയാൾക്ക് പ്രശ്നമാവും. ഇപ്പോൾ സാധാരണ നമുക്കാർക്കെങ്കിലും പ്രശ്നമായാൽ കുഴപ്പമില്ല, പക്ഷെ രാജാവിന് പ്രശ്നമായാലോ രാജ്യഭരണം താറുമാറാവും. അതുകൊണ്ട് മുഖം വീർപ്പിച്ച് പുറത്തേക്ക് വരാൻ പാടില്ല, അവർ ആരും കാണാൻ പാടില്ല. മുഖം വീർത്തിട്ടുണ്ടോ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് അകത്തിരുന്നോളുക, അടച്ചിരുന്നോളുക. പുറത്ത് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കരുത്. സ്വാമി, മറ്റുള്ളവർക്ക് ശല്യം ഇല്ലാതിരിക്കേണ്ടത് അവനവൻ്റെ കർത്തവ്യം. അതെ, അവനവൻ്റെ കർത്തവ്യമാണ്. എന്നാലും പൊതു നിയമങ്ങളുണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്, പൊതു നിയമങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, രാജാവ് അസ്വസ്ഥമായാൽ രാജ്യം മുഴുവൻ അസ്വസ്ഥമാകും. അതുകൊണ്ട് രാജകൊട്ടാരത്തിൽ ആരും മുഖം വെറുപ്പിച്ചിരിക്കരുത്. അതിന് പ്രത്യേക മുറി, അവിടെ ഇരുന്നുള്ളൂ. എന്നിട്ട് ഒക്കെ തെളിഞ്ഞു എന്ന് കണ്ട പുറത്തേക്ക് വരിക. എൻ്റെ മുഖപ്പം എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട് സ്വാമി. എന്നാൽ ഞാൻ ശരി വരാം. അത്രയേ ഉള്ളൂ. എന്തൊരു സുഖമാണ്. നമ്മളെ വീടുകളിലൊക്കെ എത്ര കലഹം കുറയുമെന്ന് ആലോചിച്ച് നോക്കുമോ. അതുകൊണ്ട് നമ്മൾ ബെഡ്റൂം ഇത്ര നീളം ഇത്ര വീതി, ബാത്റൂം ഇത്ര, ബെഡ്റൂമിൻ്റെ 10 ഇരട്ടിയാപ്പോൾ ബാത്റൂം, നീളം വീതി ഒക്കെ നമ്മൾ കണക്കാക്കണുണ്ട്. അങ്ങനെ അളവെടുക്കുമ്പോൾ ഒരു പൂജാമുറി, അതുപോലെ ഒരു എന്താണ് പറയുക, ഒരു സ്വീകരണ മുറി എന്നൊക്കെ പറഞ്ഞിട്ട്, അതിപ്പോൾ ചെറുതായിട്ടുണ്ട്, നമ്മൾ കണക്കിടാറുണ്ട്. എന്നാൽ ഒരു മുറി ക്രോധ മുറിയും കൂടി ഉണ്ടാക്കുക എല്ലാ വീട്ടിലും. ചെറുത് മതി, ഒരു ക്രോധമുറി ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ലതാണ്. വീടിൻ്റെ ആരോഗ്യം കൂടുന്നേ, സംശയമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു മുറിക്ക് പേര് കൊടുക്കുക, ഇത് ക്രോധമുറി. ആർക്ക് ക്രോധം വന്നാൽ അതിൽ പോയി ഇരുന്നോളുക, നാമം ജപിക്കുക, ക്രോധം ശരിയായിട്ട് പുറത്തു വരിക. ആ വീടിൻ്റെ അന്തരീക്ഷം നന്നായി തീരും. ഇത് ചിദാനന്ദപുരി സ്വാമി തമാശ പറയല്ല, അങ്ങനെ വിചാരിക്കരുത്. ഒന്ന് ചെയ്തു നോക്കൂ, നാളെ തന്നെ കേട്ടോ. മറ്റന്നാളത്തേക്ക് അതിൻ്റെ ഫലം കാണും. എന്നിട്ട് നമുക്ക് മറ്റന്നാൾ പറഞ്ഞാൽ മതി ഫലം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ താല്പര്യം താൻ തന്നിലിരിക്കുക. ഇപ്പം പലതിലായിരിക്കണത്, അതൊക്കെ പിൻവലിച്ച് തന്നിൽ തന്നെ ഇരിക്കണത് എപ്പോഴാണോ പോരാ. സർവകാമേഭ്യ നിസ്പൃഹ. സ്പൃഹ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമാണ്. അത്യാഗ്രഹം, സ്പൃഹ. ഈ ആഗ്രഹം തന്നെ ആശയും പ്രതീക്ഷയും ഒക്കെ ഉണ്ട്. ആശ എന്ന് പറഞ്ഞാൽ കിട്ടുമോ കിട്ടില്ലയോ എന്നുറപ്പില്ലാത്തതിനെ ആഗ്രഹിച്ചാൽ അത് ആശയാണ്. കിട്ടുമെന്നുറപ്പുള്ളതിനെ ആഗ്രഹിച്ചാൽ അത് പ്രതീക്ഷയാണ്. ഇതാണ് ആശയും പ്രതീക്ഷയുള്ള വ്യത്യാസം. ഈ ആഗ്രഹം തന്നെ വളരെ കൂടിക്കഴിഞ്ഞാലാണ്, വർദ്ധിതമായ ആഗ്രഹത്തെയാണ് നമ്മൾ സ്പൃഹ എന്ന് പറയുക. സ്പൃഹ, എനിക്ക് വേണം, അത് കിട്ടിയേ മതിയാവും, അത് കിട്ടിയില്ലെങ്കിൽ എന്താവും എന്നുള്ള നിലയ്ക്ക് നമ്മൾ പലതിനെ ആഗ്രഹിക്കുന്നു. അപ്പം ഇവിടെ നിസ്പൃഹ, സ്പൃഹ ഒഴിഞ്ഞവൻ, അത്യാഗ്രഹമില്ലാത്തവൻ. എന്തിൽ അത്യാഗ്രഹമില്ലാത്തവൻ? സർവകാമേഭ്യ, സർവകാമങ്ങളിൽ നിന്നും അതെനിക്ക് വേണം, ഇതെനിക്ക് വേണം എന്നുള്ള വിവിധങ്ങളായ കാമനകളിൽ നിന്ന് സ്പൃഹ ഒഴിഞ്ഞവൻ. സ്പൃഹ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലായിരിക്കണത്, ഇല്ലേ? ഒന്നാലോചിച്ചു, ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്പൃഹ വന്നാൽ നമ്മൾ എവിടെയായിരിക്കുക? അവിടെയാണ്. പിന്നെ അത് മാറിപ്പോകുന്നവരെ നമ്മൾ അവിടെയായിരിക്കും. ഒന്ന് കൊച്ചു കുട്ടികളാകുമ്പോൾ ഉള്ളതൊക്കെ ആലോചിച്ച് നോക്കൂ. ഞാൻ നടന്നു പോകുമ്പോൾ ഭരണിയിൽ പല തരത്തിൽ മിഠായി കാണുമ്പോൾ അത് കാണാൻ തക്കോണം വെക്കുകയും ചെയ്യും. കയ്യിലാണെച്ചാൽ കാശും ഇല്ല. അപ്പോൾ എന്തായി? നമ്മൾ കുറച്ച് നേരത്തേക്ക് ആ റൗണ്ട് മുട്ടായിലാവും. കുറച്ച് നേരത്തേക്ക്. ഇപ്പം മനസ്സ് മുഴുവൻ ആ മിഠായിയാണ്. ഇപ്പം നമ്മളെവിടെയാണുള്ളത്? മിഠായിയിൽ. അതെ,
അതെ, സംശയമില്ല. പിന്നെ എങ്ങനെയെങ്കിലും ഒരു 2 അണ്ടിയൊക്കെ തരപ്പെടുത്തി 2 അണ്ടിക്ക് ഒരു മിഠായി, ഒരു റൗണ്ട് മിഠായി. പിറ്റേന്ന് അത് വാങ്ങിക്കഴിഞ്ഞാൽ കഴിച്ചു തീർക്കുമോ? ഇല്ല. കുറച്ചൊന്ന് കഴിച്ച് അതൊന്ന് മാറ്റി വെക്കും. കുറച്ചു നേരം കഴിഞ്ഞ് കുറച്ചും കൂടി കഴിക്കും. ഇങ്ങനെ ഒരു ദിവസമൊക്കെ കൊണ്ടുപോകും ഒരു മിഠായി. ഇല്ല. അതെ. പിന്നെ ട്രൗസേഴ്സിൻ്റെ പോക്കറ്റ് കേട് വരുമ്പോൾ അമ്മേനോട് അടി കിട്ടുന്നത് ബാക്കി. അതാണിപ്പോൾ ഫലം. ഇതെന്താ സംഭവം വെച്ചാൽ ഇതാണ് ഈ സ്പൃഹ എന്ന് പറഞ്ഞാൽ. സർവകാമങ്ങളിൽ നിന്നും സ്പൃഹ ഒഴിഞ്ഞവൻ, അങ്ങനെയുള്ള ആൾ. അപ്പം എന്താ ലക്ഷണം? എപ്പോഴാണോ വിശേഷണ നിയമിതമായ അന്ധക്കരണം തന്നിൽ തന്നെ ഇരിക്കുന്നത്, ആത്മന്യേവാവതിഷ്ഠതേ, അങ്ങുമിങ്ങും പോകാതെ. 2, സർവകാമങ്ങളിൽ നിന്നും നിസ്പൃഹനായിരിക്കുന്നത് എപ്പോഴാണോ, അപ്പോൾ തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ, യുക്ത ഇത്യുച്യതേ, ഒരാൾ യുക്തനാണെന്ന് പറയപ്പെടുന്നു, യോഗയുക്തനാണെന്ന് പറയപ്പെടുന്നു, യോഗാരൂഢനാണെന്ന് പറയപ്പെടുന്നു. ആരാൽ പറയപ്പെടുന്നു? ആചാര്യന്മാരാൽ, വിദ്വാൻമാരാൽ, ശാസ്ത്രങ്ങളാൽ എന്നൊക്കെ പറയാം. ഇതാണ് യോഗാരൂഢനിലെത്താനായിക്കൊണ്ടുള്ള വഴി പറയണത്. ശ്രദ്ധിക്കുക. അപ്പോൾ പ്രാഥമിക സാധന പറഞ്ഞു. അതിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടത് തന്നിൽ ഉറച്ച ഇരിപ്പാണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ സാധനകളിലൂടെയൊക്കെ ഇപ്പം എന്താ നേടാനുള്ളത്? വൈകുണ്ഠമോ കൈലാസമോ ഒന്നുമല്ല. പിന്നെന്താ? സ്വസ്ഥതയാ. നമ്മളിൽ തന്നെ ഇരിക്കുക, അതാ സ്വസ്ഥത. ഒറ്റയ്ക്കാവുക, അതാണ് ആനന്ദം. ചിന്തിക്കൂ. ആശ്രിതനല്ലാതെ തന്നിൽ ഇരിക്കുക. നോക്കൂ, ഈ അവസ്ഥയെ സ്പഷ്ടമായി ദൃഷ്ടാന്ത സഹിതം പറയുകയാണ്. നോക്കൂ, യഥാ ദീപോ നിവാതസ്ഥോ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യത ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യഥാ ദീപോ നിവാതസ്ഥോ നേംഗതേ സോപമാ സ്മൃതാ യോഗിനോ യത ചിത്തസ്യ യുഞ്ജതോ യോഗമാത്മനഃ. യഥാ, എപ്രകാരമാണോ, ഉച്ചാരണം ശ്രദ്ധിക്കണേ. യഥാ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ, യഥാ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ. ഈ ശബ്ദോച്ചാരണം വളരെ പ്രധാനമാണ്. സമ്പന്നമായൊരു സംസ്കൃതിയുടെ ഉടമസ്ഥന്മാരാണ് നമ്മൾ. നമ്മുടെ സമ്പത്ത് എത്രയാണെന്ന് പറയാൻ വയ്യ. അതിൽ വളരെ വിശേഷിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഭാഷാസമ്പത്ത്. നമ്മുടെ ഭാഷയുടെ മഹിമ അത്യത്ഭുതകരമാണ്. മലയാളം സംസ്കൃത തദ്ഭവമാണെന്ന് മാത്രമല്ല, സംസ്കൃതത്തോട് ഏറ്റവും അടുത്ത് നിലനിൽക്കുന്ന ഭാഷയാണ് മലയാളം. നമ്മൾ ഉപയോഗിക്കുന്ന 80% ശബ്ദങ്ങൾ സംസ്കൃതമാണ്. അതുകൊണ്ട് സംസ്കൃതം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. നമ്മുടെ എല്ലാ ഉള്ളിൽ സംസ്കൃതമുണ്ട്. അവിടെ ഉച്ചാരണം വളരെ പ്രധാനമാണ്. ഇത് സംസ്കൃതത്തിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഉച്ചാരണം വളരെ പ്രധാനമാണ്. ചെറിയൊരു ഉച്ചാരണം മാറിയാൽ അർത്ഥം നേരെ വിപരീതമാവും. ചെറിയൊരു ഉച്ചാരണം മാറിയാൽ. ഈ വിഷയത്തിൽ ഇന്ന് മൊത്തം ലോകത്തിൽ സമാജത്തിൻ്റെ ശ്രദ്ധ കുറച്ച് കുറയുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ തന്നെ നമ്മുടെ ഭാഷയോടുള്ള ആ താദാത്മ്യവും ആദരവും ഭാഷാവിഷയത്തിലുള്ള വിജ്ഞാനവും നമ്മൾ താഴോട്ട് പോകുന്നുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി നിരീക്ഷിക്കേണ്ടതും തിരുത്തേണ്ടതുമാണ്. കാരണം ഭാഷ സംസ്കാരത്തിൻ്റെ വാഹകമാണ്. സംസ്കാരത്തെ കൊണ്ടുവരുന്നതാണ് ഭാഷ.
അത് ശുദ്ധമായി പ്രയോഗിക്കണം. ഇന്ന് അശുദ്ധമാക്കാൻ വേണ്ടി പലരും പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ ആവർത്തിച്ച് പലയിടത്തും പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഉച്ചാരണ വൈകല്യം കൊണ്ട് ഴകാരം ഉച്ചരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് കോഴിക്കോടെന്ന് പറയുമ്പം കോഴിക്കോട് എന്ന് പറഞ്ഞു പോവുക സ്വാഭാവികമാണ്. അത് നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, കാരണം അയാൾക്ക് ഴകാരം വഴങ്ങാഞ്ഞിട്ടാണ്. പക്ഷേ കോഴിക്കോട് എന്ന് എഴുതുക എന്ന് പറഞ്ഞാലോ, നിങ്ങളെന്നെ നോക്കിക്കോളൂ എത്ര ബോർഡുകളുണ്ടെന്ന്. കോഴിക്കോട്, അത് ഭാഷയെ നശിപ്പിക്കലാണ്. തത്കാലം അത് നല്ലതാണെന്ന് തോന്നും, പക്ഷേ ദീർഘദൃഷ്ടിയിൽ അത് ദോഷം ചെയ്യും, വളരെ ദോഷം ചെയ്യും. അതിരിക്കട്ടെ, ഭാഷയെപ്പറ്റി പറയാൻ പോയാൽ തീരില്ല, നമ്മൾ ആ വിഷയത്തിൽ തന്നെ കുടുങ്ങിപ്പോവും. അപ്പം ഇവിടെ യഥാ, എപ്രകാരമാണോ നിവാതസ്ഥ ദീപ, നിവാതസ്ഥമായ ദീപം. നിവാതസ്ഥം എന്ന് പറഞ്ഞാൽ കാറ്റില്ലാത്തിടത്തുള്ള ദീപം. ഇവിടെ ഒരു 2 ദീപങ്ങൾ ഇവിടെ ജ്വലിക്കുന്നുണ്ട് ഈ പ്രദീപത്തിൽ. എന്നാൽ അത് ഇളകിക്കൊണ്ടേ ആണ് ജ്വലിക്കുന്നത്. അവിടെ നമ്മൾ അതിൻ്റെ 4 ഭാഗത്തും നല്ലൊരു ഗ്ലാസിൻ്റെ കേസോ മറ്റോ വെച്ച് വായുസഞ്ചാരം ഇല്ലാത്ത രീതിയിലേക്ക് ആക്കിയാൽ അത് ഏകധാരയിൽ ജ്വലിക്കും, ഒറ്റ ധാരയായിട്ട്. കാറ്റില്ലാത്തിടത്തെ ദീപം, ഒറ്റ ധാര, ഇളകില്ല, ആടില്ല, ഒന്നുമില്ല. ഇതുപോലെ നിവാതസ്ഥമായ ദീപം പോലെ, കാറ്റില്ലാത്തിടത്തെ വിളക്ക് പോലെ ഏകധാരയായി ഏകാഗ്രതമമായി എപ്പോഴാണോ ഒരാളുടെ അന്തഃകരണം നിലകൊള്ളുന്നത്, ഇതാണ് യോഗിയുടെ ചിത്തത്തിൻ്റെ ഉപമ. അതാണ് യോഗിനഃ യതചിത്തസ്യ, യതചിത്തനായ മനോബുദ്ധികളെ വേണ്ടതുപോലെ നിയമിച്ചവനായ യോഗിയുടെ, ആരുടെ? ആത്മനഃ യോഗം യുഞ്ജതഃ, ആത്മനഃ യോഗം യുഞ്ജതഃ, തൻ്റെ യോഗം ചെയ്യുന്നവന്, തന്നോട് ചേർക്കുന്നവന്, സ്വസ്ഥനാകാൻ പരിശ്രമിച്ച് സ്വസ്ഥതയെ നേടിയവന്. ആത്മനഃ യോഗം യുഞ്ജതഃ, തൻ്റെ യോഗത്തെ യോജിപ്പിക്കുന്നവന്, അവന് സാ ഉപമാ സ്മൃത, ഈ ഉപമ സ്മരിക്കപ്പെടുന്നു. ഇതാണ് ഉപമ. സാ ഉപമാ സ്മൃത, സാ എന്ന് പറഞ്ഞാൽ ആ ഉപമ സ്മരിക്കപ്പെടുന്നു. ഏതുപമ? കാറ്റില്ലാത്തിടത്ത ദീപത്തിൻ്റെ ഉപമ. ഉപമീയത്തെ അനയാ ഇതി ഉപമ, എന്തിലൂടെയാണ് ഉപമിക്കുന്നത് അതാണ് ഉപമ. അപ്പം യോഗിയുടെ, തന്നിലൊതുങ്ങിയ യോഗിയുടെ, തന്നോട് ചേർന്ന യോഗിയുടെ അന്തഃകരണം കാറ്റില്ലാത്തിടത്ത ദീപം പോലെ ഏകധാരയായി നിലകൊള്ളും. ഇത് നമുക്കെല്ലാം സാധിക്കുന്നതാണ്, ഇതെല്ലാവർക്കും സാധ്യമാണ്. എന്നാൽ പരിശ്രമം വേണം, അഭ്യാസം വേണം. അഭ്യാസം, പരിശ്രമം ഇല്ലാതെ ഒരു ലക്ഷ്യത്തെയും പ്രാപിക്കാൻ നമുക്ക് കഴിയില്ല. ഇത് ശ്രദ്ധിക്കുക. ഇങ്ങനെ അഭ്യാസം കൊണ്ട് ഒരാൾ തീർത്തും തന്നിലൊതുങ്ങിയാൽ ആ സമസ്ഥിതിയാണ് യോഗം എന്ന് പറയുകയാണ്. ഇവിടെ നമുക്ക് തുടർന്ന് 3.5 ശ്ലോകങ്ങളിൽ യോഗത്തെ നിർവചിക്കുകയാണ് ഭഗവാൻ. അത് നമുക്ക് നാളെ ശ്രദ്ധിക്കാം. ഇത്ര മാത്രം സൂചിപ്പിക്കട്ടെ, നമ്മുടെ സമ്പൂർണ്ണ വൈദിക ശാസ്ത്രങ്ങളിൽ യോഗം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല നിർവചനമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നാളെ സമയം കൃത്യം 6 മണിക്ക് തന്നെ എല്ലാവരും എത്തിച്ചേരുക. കാരണം വൈദിക ശാസ്ത്രത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല യോഗ നിർവചനമാണ്. ഭഗവത്ഗീതയിൽ 3 സന്ദർഭങ്ങളിലാണ് യോഗം എന്നുള്ളതിനെ നിർവചിക്കുന്നത്.
2 നിർവചനങ്ങൾ 2-ാം അധ്യായത്തിലാണ്. സമത്വം യോഗ ഉച്യത്തെ എന്നും യോഗ കർമ്മസു കൗശലം എന്നും. സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവത്തെ പ്രാപിച്ച യാതൊരു സമത്വമുണ്ടോ അതാണ് യോഗം എന്നാണ് ഒരു നിർവചനം. 2-ാമത്തത് കർമ്മങ്ങളിലുള്ള കുശലതയാണ് യോഗം എന്നതാണ്. 3-ാമത്തെ നിർവചനം ഈ 6-ാം അധ്യായത്തിലാണ്. ഇതിനേക്കാൾ നല്ലൊരു യോഗ നിർവചനം ലഭിക്കാനില്ല. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇന്ന് യോഗം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യോഗം എന്നുള്ള ശബ്ദവും യോഗം എന്നുള്ള സങ്കേതവും ലോകം മുഴുവൻ ഇന്ന് പ്രചരിച്ചിരിക്കുന്നത് വളരെ സന്തോഷകരമാണ്. ഇന്ന് ലോകത്തിൽ ഏത് രാജ്യത്ത് പോയാലും യോഗം, യോഗാഭ്യാസം, യോഗ പാഠശാല, യോഗ സ്റ്റുഡിയോ, യോഗ ക്ലാസ് ഒക്കെയുണ്ട്. വളരെ സന്തോഷകരമാണ്. യോഗ സെൻറ്റർ കം ബ്യൂട്ടി പാർലർ, യോഗ സെൻറ്റർ കം സ്പാ, ഒരുപാടുണ്ട്, കണ്ടമാനുണ്ട്. അപ്പോൾ നല്ലതാണ്, സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ. പക്ഷേ യോഗം എന്നുള്ളത് വ്യഭിചരിക്കപ്പെടുന്നു. കാലം പോയി വിസ്കി യോഗ, റം യോഗ, ബ്രാൻഡി യോഗ ഒക്കെയുണ്ട്. തമാശ പറയുകയാണെന്നോ അസത്യം പറയുകയാണെന്നോ വിചാരിക്കരുത്. നേരിട്ടുള്ള അനുഭവമാണ് പറഞ്ഞത്. എന്തെല്ലാമൊക്കെയോ കാണിച്ചു കൂട്ടുന്നു യോഗം എന്നുള്ള പേരിൽ. അപ്പം നമ്മൾ എന്താണ് യോഗം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശേഷിച്ചും വളരെ അനിവാര്യമാണ്. ഭഗവാൻ ഉപദേശിക്കുന്ന കാലഘട്ടത്തിലുള്ളതിനേക്കാൾ ഈ യോഗസംജ്ഞ പഠിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അത് നമുക്ക് നാളെ കൃത്യസമയത്തിന് തുടർന്ന് ശ്രദ്ധിക്കാം.